നമസ്കാരം, ഞാൻ വിദ്യാലക്ഷ്മി. വേദാത്മികയിലേക്ക് സ്വാഗതം. കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. വർഷകാലമായി, കർക്കിടക മാസം തുടങ്ങുകയായി. നമ്മുടെ വീടും പരിസരവും ഒക്കെ ശുചിയാക്കേണ്ട ഒരു സമയം കൂടിയായി. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് അപരാജിത ധൂപചൂർണ്ണമാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് വയമ്പ്, നന്മുഖപ്പുല്ല്, അകിൽ, വേപ്പ്, എരിക്ക്, ദേവതാരം, ഗുഗ്ഗുലു, ചെഞ്ചില്യം എന്നിവയാണ്. ഇവ പൊടിച്ച് ഈ രൂപത്തിലാണ് ഉണ്ടാവുക. ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അല്പം കണലെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ പൊടിയൊന്ന് ഇട്ടാൽ മതി. അല്പം കാറ്റൊക്കെയുള്ള ഭാഗമാണെങ്കിൽ വളരെ വേഗം തന്നെ ഇതിൻ്റെ പുക പരിസരമാകെ പരക്കും. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ആൻറ്റി വൈറൽ പ്രഭാവമാണ് ഇതിനുള്ളത്. അണുവിമുക്തമാക്കുവാൻ ഏറ്റവും നല്ല ഒന്നാണ്. ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പരക്കുന്ന സാഹചര്യത്തിൽ വളരെ ഉപയോഗപ്രദമായ ഒരു ഔഷധക്കൂട്ടാണിത്. ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയുണ്ട്, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയുണ്ട്. സൂക്ഷ്മജീവികളെ നശിപ്പിക്കുവാനുള്ള കഴിവ് ഏറെയാണ് ഇതിന്. ഏറ്റവും നല്ല ഒരു ഔഷധക്കൂട്ട് തന്നെ. വീടുകളിലും സ്കൂളുകളിലും ഓഫീസുകളിലും ആശുപത്രികളിലുമൊക്കെ ഇവയെ ഉപയോഗിക്കാം. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയത്തിലാണ് അപരാജിത ധൂപചൂർണ്ണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ജ്വരചികിത്സ അഥവാ പനിയുടെ ചികിത്സയ്ക്കായാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഔഷധക്കൂട്ട് വീടും പരിസരവും ശുചിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരവും ശുചിയാക്കുവാൻ സഹായിക്കും. ചെറിയ പനി പോലുള്ള അവസ്ഥയിൽ ഏറെ നല്ലതാണിത്. രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനുള്ള കഴിവും ഇതിനുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടിലും അതുപോലെ തന്നെ ഗർഭിണികളുള്ള വീട്ടിലുമൊക്കെ വളരെ സേഫായി തന്നെ ഇത് ഉപയോഗിക്കാം.